തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് തുടരുന്നു. തിരുവനന്തപുരത്ത് വേണാട് എക്സ്പ്രസ് തടഞ്ഞ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം താറുമാറായി. കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സുകളുമടക്കം ഒന്നും തന്നെ നിരത്തിലില്ല. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ്, കൊച്ചിയിൽ നിന്ന് എസ് ശരൺ, കോഴിക്കോട് നിന്ന് എസ് വിനേഷ് കുമാർ എന്നിവർ ചേരുന്നു. ആദ്യം വിനോദിലേക്ക് പോവുകയാണെങ്കിൽ വിനോദ്, എന്തായാലും പണിമുടക്ക് ആരംഭിച്ചത് ആദ്യത്തെ 7 മണിക്കൂർ പിന്നിടുകയാണ്. എത്രത്തോളം ഒരു തീവ്രതയിലാണ് പണിമുടക്കുള്ളത്? തിരുവനന്തപുരത്ത് വേണാട് എക്സ്പ്രസ് തടഞ്ഞ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ഏത് രീതിയിലാണ്? രഞ്ജിനി, അർദ്ധരാത്രി 12 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് ഇപ്പോഴും തുടരുകയാണ്. രാവിലെ വേണാട് എക്സ്പ്രസ് തടഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ജനശതാബ്ദി തടഞ്ഞിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പ്രതിഷേധക്കാർ കൊടികളുമായി ജനശതാബ്ദി എക്സ്പ്രസ് തടയുകയാണ്. വേണാട് ഏതാണ്ട് 1.5 മണിക്കൂറാണ് ഇവിടെ തടഞ്ഞിട്ടത്. അടുത്ത സ്റ്റേഷനുകളിലും, അതായത് ജില്ലയിൽ തന്നെ ചിറയൻകീഴ്, വർക്കല തുടങ്ങിയ ഇടങ്ങളിലും ട്രെയിൻ തടയുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ശക്തമായ സമരപരിപാടികളുമായി തന്നെയാണ് പ്രതിപക്ഷത്തെ തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്പസമയം മുൻപ് വരെ ഇവിടെ രക്തസാഗർ എക്സ്പ്രസ് തടഞ്ഞിട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രക്തസാഗർ തടഞ്ഞവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം ആ ട്രെയിൻ യാത്ര പുറപ്പെടുന്നതാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം തന്നെ രക്തസാഗറും ഇവിടെ തടഞ്ഞിട്ടിരുന്നു. കേരള എക്സ്പ്രസും അതുപോലെ തന്നെ പരശുറാം ഉൾപ്പെടെയുള്ള ട്രെയിനുകളും തടയാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് മുഴുവൻ ട്രെയിൻ തടയൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഈ സമരവുമായി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബാങ്കിംഗ് മേഖലയിലും കാർഷിക രംഗത്തും ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകൾ മുഴുവൻ ഈ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. മോഡി സർക്കാരിന്റെ അവസാന സമയത്ത് ഒരു പ്രതിപക്ഷ കൂട്ടായ്മയുടെ ചിത്രം കൂടിയാണ് ഈ സമരത്തിലൂടെ പുറത്തുവരുന്നത്. അതേസമയം BMS ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. മറ്റൊരു കാര്യം, ഹർത്താലിലെ കടയടപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങളാണ്. നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കരുതെന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഇന്ന് സമരക്കാർ ആദ്യ മണിക്കൂറുകളിൽ നമ്മളോട് പറയുന്നത് നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുകയോ സ്വകാര്യ വാഹനങ്ങൾ തടയുകയോ ചെയ്യില്ല എന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ സമരക്കാർ നമുക്ക് നൽകുന്നത്. 48 മണിക്കൂർ പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ അക്കാര്യത്തിൽ ആ നിലപാട് ഏത് തരത്തിൽ നടപ്പാകും എന്ന് അറിയാൻ കഴിയൂ. ഏതായാലും ഇപ്പോൾ ട്രെയിൻ തടയൽ സമരവുമായി പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് 11 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ഈ സമരക്കാരുടെ മാർച്ച് ഉണ്ടാകും. രഞ്ജിനി, എന്തായാലും വിനോദ്, സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും താളം തെറ്റും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? എല്ലാ ട്രെയിനുകളും തടയാൻ തന്നെയാണോ ട്രേഡ് യൂണിയനുകളുടെ തീരുമാനം? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നതും ഇതുവഴി കടന്നു പോകുന്നതുമായ ട്രെയിനുകളെല്ലാം തന്നെ തടയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ വേണാട് എക്സ്പ്രസ് ഇവിടെ തടഞ്ഞിട്ടിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം സമരക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷമാണ് ആ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടാനായത്. പക്ഷേ അതുകൊണ്ടുമായില്ല, ജില്ലയിൽ തന്നെ വിവിധയിടങ്ങളിൽ ട്രെയിൻ തടയൽ സമരമാണ് സമരക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞാൽ ചിറയൻകീഴ് അതേ ട്രെയിൻ തന്നെ തടയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെയും ഏതാണ്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ ട്രെയിൻ തടഞ്ഞിടാനാണ് തീരുമാനം. അത് കഴിഞ്ഞ് വർക്കലയിൽ തടയും. അടുത്ത ജില്ലയിൽ പ്രവേശിക്കുമ്പോഴും ഇത്തരത്തിൽ സമരാനുകൂലികൾ ട്രെയിനുകൾ തടയും. അങ്ങനെയെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരിക്കും ട്രെയിനുകൾ വൈകി ഓടുക. അത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഏതായാലും ഇവിടെ നിന്ന് പുറപ്പെടുന്ന എല്ലാ ട്രെയിനുകളും തടയാൻ തന്നെയാണ് സമരക്കാരുടെ തീരുമാനം. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷമാണ് ട്രെയിനുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. രഞ്ജിനി.